ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ മസാല ചിറ്റാരിക. സ്വാദേറിയ 25 വർഷങ്ങൾ. ഹലോ. ആ സാറേ പറഞ്ഞോളൂ. ഇല്ല വന്നില്ലല്ലോ. ഞാൻ വരുമ്പം അതല്ലേ പുള്ളി ഇങ്ങോട്ടും വരവ് കുറച്ച് പൈസയൊക്കെ തരാനുണ്ട് പുള്ളി ഇങ്ങോട്ട്. അതല്ലേ ഓക്കെ ഓക്കെ ഞാൻ ഇന്ന് വന്നാൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ. നമസ്കാരം. നമസ്കാരം ഉണ്ടായി. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. ഒരു ഹാപ്പി ഫിക്സ് അതിന് എടുത്തു. അത് 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. വെച്ചു. പിന്നെ കടുകായി മഞ്ഞപ്പൊടി. ഇത് മഞ്ഞപ്പൊടിയല്ലേ? മഞ്ഞപ്പൊടി. ഇത് 2 ഉണ്ടല്ലേ? അത് 2 വെച്ചു. അതായി. പിന്നെ എനിക്കൊരു സ്റ്റീൽ ബുള്ള്. അതിനെത്ര പൈസ സ്റ്റീൽ ബുള്ളിന്? 25 രൂപ. 25. അത് ഒരെണ്ണം വെച്ചു. സോപ്പ് 3 ആയിക്കോട്ടെ. 1 അമ്മണിക്കും കൊടുക്കാം, 1 പിള്ളേർക്കും കൊടുക്കാം, 1 എനിക്കും ഇരിക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതും വെക്കാം അല്ലേ? ഇതും വെച്ചു. പിന്നെ 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 ഇത് പാൽപ്പൊടിയല്ലേ? പാൽപ്പൊടി. ഇത് എത്ര എണ്ണം ഉണ്ട്? അത് 12. എത്ര പൈസ? 10 രൂപ. 10 രൂപ. എന്നാൽ ഇത് ഫുള്ളായിട്ട് തന്നെ ഇരുന്നോട്ടെ. അവർക്ക് ഇച്ചിരി ചുകരമയം കുറവുണ്ട്. അതും ആയിക്കോട്ടെ. അതായി. പയ്യോളി മിച്ചർ അതും ഒരു പാക്കറ്റ് ഇരിക്കട്ടെ. ഇത് വേറെ പൊടിയാണേ. ഇങ്ങനെയൊക്കെയല്ലേ? അതില്ലാണ്ടൊന്നും ആകിയായിരുന്നേ. വല്ലപ്പോഴും ആണുങ്ങളല്ലേ, വല്ലപ്പോഴും 2 സ്മോളൊക്കെ ആയിരിക്കും. ടച്ചിങ്ങിന് ബെസ്റ്റാ പയ്യോളി മിച്ചർ. അതുമായി. പിന്നെ മുട്ട എത്ര വേണ്ടേ? ഒരു 10 എണ്ണം തന്നെ. 10 എണ്ണം. പിന്നെ ഇവിടെ എണ്ണം നോക്കട്ടെ. കുന്തിരിക്ക. ഇതിനെത്രയാ ഒരെണ്ണത്തിന്? അതിന് 15 രൂപ. 15. ഇത് അമ്മ ഇത് മൊത്തം എടുത്തു. അത് മൊത്തമായി. പിന്നെ ഈ സോപ്പ് പൊടി ഈ വലുതിന് എത്രയാ? വലുതിന് 99 രൂപ. എൻ്റെ അമ്മ, 99 രൂപ. ഇതോ? ഇത് എത്ര? 6 എണ്ണം. 1 2 3 4. ഇത് 4 ഈ 4 എണ്ണം മതി. അതിന് ഭയങ്കര പൈസയാണ്. ഇത് തീരുമ്പോ അടുത്ത മേടിച്ചാൽ മതി കേട്ടോ. മതി. ഇപ്പൊ പണിയൊന്നും ഇല്ലെന്നേ. അപ്പൊ പണിയില്ലാത്തപ്പോ ഇത്രയും ചെറിയ സാധനങ്ങളൊക്കെ കൊറേ ബില്ലായി. 6 മാസമായിട്ട് നീ പൈസ ഇതുവരെ തരുന്നില്ല. അതൊക്കെ തരാവുന്നേ. അത് എന്ത് പറയാനാ? ഇപ്പം കോൺട്രാക്ട് വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. ഇപ്പം ഒരു 5 മിനിറ്റ് മുമ്പ് വെച്ചതേ ഉള്ളൂ. എന്നാ പറഞ്ഞേ? നീ വരുന്നപാടെ ഒന്ന് വിളിക്കുകയോ അല്ല അങ്ങോട്ട് ആ സാറിന്റെ വീട്ടിലൊന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു. ഞാനിവിടെ പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. അവിടെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല. നിങ്ങളെ വിളിച്ച കാര്യം എന്നോടൊട്ട് നിങ്ങൾ പറഞ്ഞിട്ടുമില്ല. അമ്മിണിയെ കൊണ്ട് ഞാൻ ആശുപത്രി പോയി കഴിഞ്ഞപ്പം 5000 രൂപ മുൻപറ്റി ഞാൻ മേടിച്ചതാണ്. ഇനി ഞാൻ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ല ചിക്കിളിയും കിട്ടുമോ? എനിക്ക് അവിടുന്ന് ചിക്കിളി കിട്ടാതെ എനിക്ക് ഇവിടുത്തെ പൈസ തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പുതിയ പണി കിട്ടുവാണെങ്കിൽ ചിക്കിളി കിട്ടും. അന്നേരം ഞാൻ നിങ്ങളെ കൊണ്ട് തീർത്തു തരും. പണി ഉള്ളപ്പം പണി പോയി എടുക്കുന്നത് ചുമ്മാ ഇതിലെ തേനപാലം നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നേരം എനിക്ക് അവിടുന്ന് പൈസ കിട്ടിയാലോ? മുൻപറ്റല്ലേ എനിക്കുള്ളത്. പുള്ളി വെറും പാവം മാഷാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപറ്റ് തരുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് പാർസൽ ചെയ്യും. സമയമായി. വെള്ളം അടിക്കുക. കണക്കെല്ലാം കൂട്ടിത്തരാം. കണക്കൊക്കെ കൂട്ടാം. 2 1 2 ഇതൊന്ന് 3 4 5 പയ്യോളി മിച്ചർ. ഇത് ഞാൻ പോക്കറ്റിലോട്ട് 6 6 1 7 7 1 8 8 9 9 10 ഇതൊന്ന് 10. 11 മുട്ട. മുട്ടയുണ്ടല്ലേ? ഇത് തൂക്കി പിടിച്ചോണ്ട് പോയാൽ മിക്കവാറും വീട്ടിലെത്തിയല്ല, പൊട്ടും. 475 രൂപയാണ്. 475.
അപ്പം ഞാൻ 475 പഴയതൊരു 12,500 രൂപയുണ്ട്. ഒക്കെ തരാമെന്നേ, പണി കിട്ടട്ടെ കേട്ടോ. ഞാൻ പോവാണേ. സുന്ദരനോ? എവിടെ പോ സുരേഷ്? ഞാൻ നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. എന്നെയോ? ആ, എന്ത്? എനിക്ക് ഈ പറമ്പിൽ കുറെ പണിയുണ്ട്. ഷോ, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ 2 മാസത്തേക്ക് എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ല. എപ്പോ ചോദിച്ചാലും നിങ്ങൾ ഇതന്നെയല്ലേ പറയുന്നേ? ഷേ, പണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ ചെയ്യാനാ? അതെ, ഒരു രക്ഷയ്ക്ക്. എനിക്കൊരു 2 ആഴ്ചത്തെ പണിയുണ്ട് സുന്ദര, ഒന്ന് വന്ന് ചെയ്യൂ. ഒരു കാര്യം ചെയ്യും, 2 മാസം കഴിഞ്ഞിട്ട് 2 ആഴ്ചത്തെ പണി ഞാൻ എടുത്ത് തീർത്ത് തരാം. ഇപ്പൊ ഒരു 5,000 രൂപ അഡ്വാൻസിങ് ഇതാ. ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ആരെയും നോക്ക്, ഞാൻ പോകും. ഹലോ ഹലോ, സംവിധായക സാർ, എന്താ പരിപാടി? ഇതൊരു ലൊക്കേഷൻ നോക്കാൻ വന്ന. അതെയോ? ആ, ഇവിടെ കുറച്ച് എപ്പിസോഡുകൾക്ക് പറ്റുന്ന ചില സാധനങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ. ഓ, ലൊക്കേഷൻ നോക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു വന്നാ. ആ, ആയിക്കോട്ടെ. ഇപ്പൊ എങ്ങോട്ടാ? ഞാനല്ലേ നമ്മുടെ സുന്ദരനില്ലേ, അവൻ കുറെ കാലമായിട്ട് ഭയങ്കര ഉഴപ്പാ, പണിക്കൊന്നും പോകുന്നില്ല. നീ അത് ശരി. ആ, പണിക്ക് പോകുന്നില്ലെന്നോ അച്ചായനും വരുന്നില്ലല്ലോ? ആ, എനിക്ക് വരുന്നില്ല. പൈസ കുറെ പറ്റിയിട്ടുണ്ടോ? പൈസയുടെ കാര്യമൊന്നും പറയണ്ട, അത് ഒരുപാട് പൈസ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അവൻ വന്ന് പണിയെന്ന തീർത്തെന്നാ പോരെ. മതിയായിരുന്നു. അർജന്റ് പണി വല്ലതും നടക്കാനുണ്ടോ? ഉണ്ട്, കുറച്ച് പണി നടക്കാനുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ പെട്ടെന്ന് നടക്കേണ്ട പണി എന്നാ? ഇപ്പൊ ആ പറമ്പിൽ ലേശം ചില്ലറ അതിന്റെ കവുങ്ങിന്റെ എന്തെങ്കിലും ഒക്കെ ഒരു വളവിടുന്ന ഒരു ടൈമല്ലേ. എന്നാലേ ആ, ഇന്ന് തന്നെ നമുക്ക് ആ പണി അങ്ങ് തീർത്താലോ? എങ്ങനെ? അതൊന്നും അച്ചായൻ അറിയണ്ട. ആ, നമ്മളൊരു ട്രിക്കിൽ അവനെ അവിടെ എത്തിച്ചു തരും, അച്ചായന്റെ പണിയും തീർത്തു തരും. സാധാരണ 3 ദിവസം കൊണ്ട് പണിയുന്ന പണി ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് പണിയും. ഓക്കെ. ആ, ആ പണി ഞാൻ ചെയ്യിച്ചാൽ അച്ചായൻ വൈകുന്നേരത്തേക്ക് അടിച്ചു പൊളിക്കാതെ ഒരെണ്ണം പൊട്ടിച്ചേക്കണം, തകർക്കാം നമുക്ക്. ഒന്നും നോക്കണ്ട. ഓക്കെ, അച്ഛനല്ലേ പറയാം, നമുക്ക് അച്ചായൻ വിട്ടോ. നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ ആ സുന്ദരനെ കൂടെ വരും. സുന്ദരനെ നമ്മൾ എത്തിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് വന്നേരെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ പോക്കോട്ടെ എന്നാലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെന്നാ പരിപാടി? ഇത് ഒരു ടെലിഫിലിമിന്റെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ അതിന് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നാ. ഓ, അത് ശരി. സാറേ, സാറിന്റെ കേരള ഐക്കൻസ് അച്ചായനും പിള്ളേരും ഞാൻ കാണുന്നുണ്ട്, അടിപൊളിയാട്ടോ. സുന്ദരം കാണുന്നുണ്ടല്ലേ? ആ, ഉണ്ട്. ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്നേക്കണം. എല്ലാം തരുന്നുണ്ട് സാറേ. പിന്നെന്താ വേണ്ടേ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ എന്റെ പണി നടക്കട്ടെ. സാറേ, എനിക്ക് ഒരു ചാൻസ് തരുമോ? സുന്ദരൻ അഭിനയിക്കാൻ അറിയോ? പിന്നെ നന്നായിട്ട് അഭിനയിക്കും സാറേ. അതെയോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് നമുക്ക് ഒഴിവുള്ളപ്പോ പറയാം. സാറ് നോക്കിയാ പറ്റും. സുന്ദരൻ സ്ഥിരം പണിയും പരിപാടിയും തിരക്കൊക്കെ അല്ലേ? അത് സാരമില്ല, അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം. അതെയോ? എന്നാലേ നീ അടുത്ത എപ്പിസോഡില് ഒഴിവുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എപ്പം വിളിച്ചാലും അന്നേരം എത്തിക്കണം. അന്നേരം ഞാൻ പണി ഒഴിവാക്കിയിട്ട് ഞാൻ വരും സാറേ. അതല്ലേ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഓക്കെ 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 ഓക്കെ. എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാന് സുന്ദറിന്റെ നമ്പർ ഒന്ന് തന്നെ. 8506 92 22 39. ഓക്കെ ഓക്കെ സാറേ, വിളിക്കണേ സാറേ. വിളിക്കാം വിളിക്കാം. മറക്കല്ലേ സാറേ? അല്ല, ഉണ്ടെങ്കിൽ വിളിക്കും. ഒഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുണ്ട്, കഥാപാത്രത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ വിളിക്കും കേട്ടോ. വിളിച്ചാൽ അന്നേരം വരണം. ഞാൻ അന്നേരം എത്തിക്കോളൂ സാറേ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ സുന്ദര. ഞാൻ ലൊക്കേഷൻ കുറച്ചുകൂടെ നോക്കാനുണ്ട്. ഞാൻ സാറിനെ കണ്ടോണ്ട് ഇങ്ങോട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെയും കുറച്ച് ഒരു ഇതിന്റെ റോഡിന്റെ ഒക്കെ ഒരു സാധനം എല്ലാം കൂടെ കൂട്ടിയിട്ട് എടുക്കാനുണ്ട്, കുറച്ച് ആവശ്യമുണ്ട്. എന്നാ പിന്നെ സുന്ദരം വിട്, ഞാനേ എന്റെ പണി തീർക്കട്ടെ. ഹലോ, സുന്ദരനാണോ? സുന്ദര, ഇത് ഡയറക്ടറാണേ. ഞാൻ വിളിച്ചതേ, ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട്. നമ്മുടെ അച്ചായന്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ടിങ്. അച്ചായന്റെ പറമ്പിലാ. അച്ചായൻ അഭിനയിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ കച്ചവടക്കാരൻ ബിജു ഇല്ലേ, ബിജു അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ സുരേഷ് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാരും റെഡി ആയിട്ടുണ്ട്. അപ്പം സുന്ദരൻ എന്നാ പിന്നെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉടനെ ഇങ്ങോട്ട് വാ. റെഡി ആണെങ്കിലേ ഒരു പണി ഡ്രസ് എടുക്കണം കേട്ടോ. ഒരു പണിക്കാരന്റെ വേഷമാണ്. അവിടുന്ന് പണിയെടുക്കുന്നതും നല്ല ഉഷാറായിട്ട് പണിയെടുക്കുന്നതും പണിയെടുത്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൂലി മേടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീനുകളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വേഷത്തിൽ പോരെ? ഓക്കെ ഓക്കെ ഓക്കെ. അച്ചായനും പിള്ളേരും, ബാനർ കേരള ഐക്കൺസ്, എപ്പിസോഡ് 31, സീൻ 4, ഷോട്ട് 1, ടേക്ക് 1, ആക്ഷൻ. അവിടെ എല്ലാം വേഗം ചെത്തിക്കുക സുന്ദര.
ഓ അങ്ങനെ സാറേ ആ എനിക്ക് ഡയലോഗ് ഒന്നും ഇല്ലേ സാറേ? പറയാം പറയുന്നതെല്ലാം അങ്ങ് ചെയ്താൽ മതി. ആയിക്കോട്ടെ. നല്ല വൃത്തിയായിട്ട് പണികൾ തീർക്കുക. ആയിക്കോട്ടെ. ഇവിടെ നല്ല രീതിയിൽ പണി വളരെ ഫാസ്റ്റ് ആയിട്ടും നല്ല വൃത്തിയായിട്ടും ചെയ്തു തീർക്കണം. ചെയ്ത് തീർത്ത് കഴിയുമ്പോ ഇതിന്റെ വരുന്ന സീക്വൻസ് ഇതാണ്. അച്ചായൻ സുന്ദറിന്റെ പണിയെല്ലാം ബോധിച്ച് സുന്ദറിന് ക്യാഷ് ഒരു 1000 രൂപ എടുത്തങ്ങ് തരും. 1000 രൂപ എടുത്ത് തരുമ്പോ സുന്ദറിന്റെ ഇന്നത്തെ പണിക്കൂലി കിട്ടുന്നതായിട്ടാണ് ഉള്ളത്. അപ്പൊ അന്നേരം ബിജു എന്ന് പറയുന്ന കച്ചവടക്കാരൻ, നമ്മളെ ബിജുവേട്ടൻ, ബിജുവേട്ടൻ അങ്ങനെ തന്നെയാണ് വരുന്നത് കഥാപാത്രമായിട്ട്. ബിജു എന്ന കച്ചവടക്കാരന് സുന്ദരൻ പറ്റുപിടിയുണ്ട് കടയില്. അപ്പൊ അവിടുന്ന് മേടിച്ച സാധനത്തിന്റെ പൈസയില് ഇവിടുന്ന് കിട്ടുന്ന ഒരു 1000 രൂപ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ടും സന്തോഷത്തോടെ ബിജുവേട്ടൻ ആ പൈസ മേടിച്ച് പോക്കറ്റിലിടുന്നതും ഒക്കെയാണ് ഇതിന്റെ സീൻ. നാളെ പണിക്ക് നാളെ പൊളിക്കണം കേട്ടോ. അതെ, അത് പൊളിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാല് പിന്നെയുള്ള എപ്പിസോഡ് ബാക്കി എടുക്കേണ്ടത് സുരേഷിന്റെ വീട്ടിലാണ് അടുത്ത എപ്പിസോഡ്. അപ്പൊ എന്നുവെച്ചാൽ നാളെ വേറെ ഒരു രീതിയിൽ ആവർത്തിക്കും. അപ്പം നമുക്ക് കുറെ പരിപാടികൾ, കുറച്ച് എപ്പിസോഡുകൾ തുടർച്ചയായിട്ടുണ്ടാവും. ഒരു 2 ആഴ്ചത്തെ എപ്പിസോഡ്. അതിലൊക്കെ സുന്ദരൻ നല്ല സുന്ദരമായിട്ട് പണിയെടുക്കുകയും അഭിനയിക്കുകയും. ഇത് ഞാൻ പൊളിക്കും സാറേ. ഈ എപ്പിസോഡ് നാളെ തന്നെ സാറേ. അപ്പൊ ഞാൻ തുറക്കട്ടെ. ആക്രാന്തം മൂക്കട്ടെ നിന്റെ ആക്രാന്തം തരാം. ഒരാള് ഒരു കൃഷിക്കാരന്റെ എല്ലാ പവറും സുന്ദരൻ അഭിനയിച്ച് തീർത്തു. കഴിഞ്ഞു അല്ലേ? അപ്പം അതവിടെ വെച്ചിട്ട് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇങ്ങ് പോരെ. അച്ചായ നിന്നെ ആ പൈസ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ടാണ്. ആയിക്കോട്ടെ. അച്ചായന് പണി ഇഷ്ടപ്പെട്ടില്ലേ? സുന്ദരം പണി. എന്നാ പിന്നെ ആ പൈസ അങ്ങോട്ട് തോന്നുന്നു. സുന്ദര അഭിനയിച്ചിട്ട് ഐശ്വര്യമായിട്ട് തരാടാ നിന്റെ ആദ്യത്തെ അഭിനയത്തിന്റെ കൂലി ഐശ്വര്യമായിട്ട്. സാറേ അനുഗ്രഹിക്കണം. ഇനി എന്നറിയോ, ഇനി അച്ചായനൊരു ലേശ സൈഡിൽ ഇങ്ങോട്ട് മാറിക്കേ. ബിജുവേട്ടൻ ഇവിടെ വാ. ബിജുവേട്ടൻ ഇവിടെ വാ. അല്ല, ഇനി ബിജുവേട്ടന്റെ അഭിനയാണ്. സുന്ദരോ ലേശം പറ്റുണ്ടല്ലോ. അത് നിങ്ങളെ നോക്കിയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. ആണോ? അത് ഇന്നാണ് പണിയെടുത്തത്. ഐശ്വര്യമായിട്ട് എന്റെ പറ്റിലേക്ക് ഒരു 1000 രൂപ പിടിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പം ബിജുവേട്ടനും സന്തോഷമായി, അച്ചായനും സന്തോഷമായി, സുന്ദരനും സന്തോഷമായി. നമ്മുടെ ഈ എപ്പിസോഡ് അനുസ്യൂതം മുമ്പോട്ട് നീങ്ങട്ടെ. നാളെ ഇതിന്റെ ബാക്കി എപ്പിസോഡ് നമ്മുടെ സുരേഷിന്റെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം സുന്ദരന്റെ ഫസ്റ്റ് അഭിനയം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലബാർ മസാല ചിറ്റാരിക്കാൽ. സ്വാദേറിയ 25 വർഷങ്ങൾ. മലബാർ മസാലയുടെ ചിറ്റാരിക്കാൽ ഓഫീസിലേക്ക് മികച്ച സാലറിയിൽ അക്കൗണ്ടന്റിനെ ഉടൻ നിയമിക്കുന്നു. സ്വന്തം നാട്ടിൽ തന്നെ മികച്ച സാലറിയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉടനെ ബന്ധപ്പെടുക. മലബാർ മസാല ചിറ്റാരിക്കാൽ. മലബാർ മസാലയുടെ സെയിൽസ് ഡിവിഷനിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട്. 2 വർഷം FMCG മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള 2 വീലർ ലൈസൻസ് ഉള്ള 2 വീലർ ഉള്ള സെയിൽസ്മാനെ ആവശ്യമുണ്ട്. ഉടൻ കോൺടാക്ട് ചെയ്യുക. ഇമെയിൽ malabarmasala25@gmail.com. പ്രീമിയം കാശ്മീരി മുളകുപൊടി, ഗുണ്ടൂർ മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവ മലബാർ മസാലയുടേത് തന്നെ ചോദിച്ചു വാങ്ങൂ. മലബാർ മസാല ചിറ്റാരിക്കാൽ. ഫോൺ 9496475451.